സോ ഹായ് ഗൈസ്, എന്നോട് ചോദിച്ച കാര്യമാണ് ഹെയർ കെയർ റൂട്ടീൻ. ഹെയർ കൊണ്ട് നടക്കുന്നത് ആൻഡ് ഐ ഹാഡ് ദിസ് ഇതിനെക്കാട്ടിലും കോയിലി ആയിട്ടുള്ള സൂപ്പർ കോയിലി കേളി ഹെയർ ആയിരുന്നു എനിക്കുള്ളത്. ഇപ്പോഴും അങ്ങനെയാണ്. പക്ഷെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ ഫോട്ടോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം, കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഞാൻ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ് ആൻഡ് ഫോട്ടോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ലൈക്ക് എനിക്ക് അത്യാവശ്യം ഭയങ്കര ലെങ്തി ഹെയർ ആയിരുന്നു ഉള്ളത്. അതിന് മുന്നേ ഐ ഹാഡ് ദി ഷോർട്ട് ഹെയർ ഇറാസ് വെൽ. അതായത് ഞാൻ എൻ്റെ ഒരു 10th പഠിക്കുന്ന വരെ എനിക്ക് ഭയങ്കര നീണ്ട മുടിയായിരുന്നു. ആൻഡ് 10th വട്ടം ഞാൻ പറയത്തില്ല, ബിക്കോസ് എനിക്കെപ്പോഴും ഷോർട്ട് ഹെയർ ആയിരുന്നു ഇഷ്ടം. പക്ഷെ അമ്മയ്ക്കൊക്കെ ലോങ് ഹെയർ ആണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഇഷ്ടപ്രകാരം അന്നത്തെ ഇതിൽ ഞാൻ വെട്ടിയിട്ട് ഞാൻ ഇത്രയും സംതിങ് ആക്കിയിട്ടുണ്ടായിരുന്നു. 11th 12th ഒക്കെ ആയപ്പം പിന്നെ എൻ്റെ മുടി അത്യാവശ്യം ഭയങ്കര തിക്കായിട്ട് വളരാൻ തുടങ്ങി. ആൻഡ് ഞാൻ എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യാൻ പോയി. അപ്പം ആ സമയത്ത് എൻ്റെ ഇവിടെ ഒരു പാച്ച് വരാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ അലോപേഷ്യ ഇതിനെ പറ്റിയൊന്നും കൂടുതൽ അറിവോ എക്സ്പോഷറോ ഒന്നും എനിക്ക് ഇല്ല. അപ്പം ഇവിടെ കറക്റ്റ് ഇവിടെ ഫ്രണ്ടിലായിട്ട് ഒരു ഫുൾ പാച്ച് മുടിയില്ല. അവിടുന്ന് പോയി. പക്ഷെ ബാക്കിയുള്ളിടത്തും നല്ല മുടിയുണ്ട്. സോ ഞാൻ അത്ര കാര്യമാക്കില്ല. പക്ഷേ വൺസ് പീപ്പിൾ സ്റ്റാർട്ടഡ് നോട്ടീസിങ് ദിസ് തിങ്സ് ആൻഡ് അവർ എന്നോട് ഇങ്ങനെ പറയും, ഇവിടെ എന്താ കഷൻ്റെ ആയോ വട്ടയായോ അങ്ങനെ പറയാൻ തുടങ്ങിയപ്പം പിന്നെ ചൈൽഡ് ഇൻ മീ അത് കുറച്ചൊരു എന്തിനാ ആൾക്കാർ എന്നെ നോക്കിയിട്ട് അങ്ങനെ പറയുന്നത് അങ്ങനെ എനിക്ക് തോന്നും. ബിക്കോസ് എനിക്ക് അതിന് പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. ആ ടൈമിൽ എൻ്റെ അനിയത്തിക്ക് ഇപ്പോഴും അവൾ ലോങ് ഹെയർ കേൾ തന്നെയാണ്. ഇപ്പോഴും പണ്ട് അതിലും ഭയങ്കര ലോങ് ഹെയർ ആണ്. അപ്പോൾ അവളുടെ തലയിൽ ഇങ്ങനെ ഒരു ഏരിയയിൽ ഒരു ഏരിയയിൽ നിന്ന് മുടി പോകാൻ തുടങ്ങി. അപ്പം ദാറ്റ് മേഡ് മീ തിങ്ക് ലൈക്ക് അയ്യോ കുഞ്ഞിനെ അമ്മയോട് പറഞ്ഞു. അപ്പം അമ്മയാണെങ്കിൽ പറഞ്ഞു, ഓക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം കാണിക്കാം. അപ്പം പുഷ്പേരി എന്ന് പറയുന്ന ഹോസ്പിറ്റലുണ്ട്. അപ്പം അവിടെ പോയിട്ട് കാണിച്ചു. അവിടെ നമ്മൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനാണ് കണ്ടത്. അപ്പം ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കി, ലൈക്ക് അപ്പം ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ എന്തോ പഠിക്കാം. അപ്പം ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കി ഹെയർ മാത്രമായി ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പേരെന്താണ്. ബൈ ദ വേ ലെൻസ് കാർട്ടിൻ്റെ കണ്ണാടിയുടെ പ്രത്യേകതയാണിത്. ഉയർത്തട്ട് നല്ല വിലാദികൾ. നമ്മൾ പുഷ്പഗിരിയിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു. ആൻഡ് എന്നെക്കാട്ടിലും റിസൾട്ട് എൻ്റെ അനിയത്തിക്കായിരുന്നു. അവളുടെ ആ പാച്ചൊക്കെ കവറായി. പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ പോകുമ്പോഴും വെള്ളം മാറി കുളിക്കുമ്പോഴും ഒക്കെ ഉള്ള പോലത്തെ കൈൻഡ് ഓഫ് എന്താ മുടി ഒഴിച്ചിൽ അതുണ്ട്, അതില്ലെന്നല്ല. പക്ഷെ ആ പാച്ച് കവറായി. ആൻഡ് എൻ്റെ ആ പാച്ച് എന്ന് വെച്ചാൽ ഇവിടെ ഒരു വലിയ പാച്ചായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു റോഡ് വന്നിട്ട് ഇവിടെ ഒരു പാച്ച് പോലെയായിരുന്നു. അപ്പം അതും ആക്ച്വലി കവറായി. അപ്പം ഞാൻ അതിനെപ്പറ്റി അത്ര കോൺഷ്യസ് അല്ലാത്തത് കൊണ്ട് ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. ലൈക്ക് വേറെ പാച്ച് ഉള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇവിടുത്തെ ഈ 2 പാച്ച് മാത്രമേ ഞാനങ്ങനെ ശ്രദ്ധിച്ചുള്ളൂ. പിന്നെ ഞാൻ അത്ര നമ്മൾ പാച്ച് വന്നു പറഞ്ഞാൽ ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലേ നമ്മൾ മുടിയിൽ വേണമെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ നമ്മൾ എവിടെയൊക്കെ നോക്കും. ആൻഡ് ഏതോ ഒരു ഫോട്ടോയിൽ ഞാൻ സൈഡ് പ്രൊഫൈലിൽ ഇങ്ങനെ ഹൈപ്പോണി കിട്ടിയിരുന്ന സമയത്താണ് ഇവിടെ ഈ ഏരിയയിൽ മുടി ഇങ്ങനെ ഈ 2 ഏരിയയിലും മുടി ഇങ്ങനെ പാച്ച് പോലെ പോയിട്ടുണ്ടെന്ന് ഞാൻ ആ ഫോട്ടോയിലൂടെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് യൂസിങ് ദിസ് തിങ്. അത് വിച്ച് ഐ ഷെയർ കുറച്ച് സമയത്തിനുള്ളിൽ. അപ്പം ഐ സ്റ്റാർട്ടഡ് യൂസിങ് ദിസ് തിങ്. അത് എനിക്ക് പുഷ്പഗിരിയിൽ നിന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞു തന്ന സാധനമാണ്. ആൻഡ് ഐ സ്റ്റാർട്ടഡ് യൂസിങ് ബയോട്ടിൻ ടാബ്ലറ്റ്സ് as well. സോ എൻ്റെ അനിയത്തിയും ഞാനും ബയോട്ടിൻ ടാബ്ലറ്റ്സും കൂടെ എടുക്കുന്നുണ്ടായിരുന്നു. സോ അവർക്ക് അത്യാവശ്യം നല്ല ഹെയർ റീഗ്രോത്ത് ഒക്കെ ഉണ്ടായി. എനിക്ക് ഞാൻ എപ്പോഴും വെട്ടുന്നുണ്ട്, ലെങ്ത് അറിയത്തില്ല, പക്ഷെ മൊട്ടമായിട്ട് കവറായിരുന്നു. പിന്നെ ഞാൻ അത് ശ്രദ്ധിച്ചില്ല. അത് വളരാൻ തുടങ്ങി. വളർന്ന് അത്യാവശ്യം നന്നായിട്ട് വളർന്നു. ആൻഡ് പിന്നെ എനിക്ക് കോളേജിൽ അങ്ങനെ മുടി വെട്ടാൻ പോകാൻ സമയമില്ല. പിന്നെ സ്വന്തമായി മുടി വെട്ടുന്ന പരിപാടി ഞാൻ നിർത്തി. കാരണം എന്തെങ്കിലുമൊക്കെ ആട്ടെ എന്നുള്ള രീതിയിൽ. അപ്പം ഇതേപോലത്തെ സൂപ്പർ കോയിലി സാധനങ്ങളാണ് എനിക്ക് വളർന്നുകൊണ്ടിരുന്നത്. ആൻഡ് അങ്ങനെ എനിക്ക് മുടി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കാരണം ഭയങ്കര ഫ്രിസിയാണ്. ഇങ്ങനെ ബും എന്ന് പറഞ്ഞിരിക്കും. ഒത്തിരി ഉള്ളിലെങ്കിൽ പോലും അഴിച്ചിട്ട് അങ്ങനെ ബും എന്ന് പറഞ്ഞിരിക്കും. ആ കേളി ആ ഫ്രിസി സാധനം ഉണ്ട്. അപ്പം ഞാൻ എന്തോ ചെയ്തു, എൻ്റെ അപ്പോഴത്തെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തു, ഓക്കെ ഈ മുടിയിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോഴാണ് ഈ മുടിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പുഷായി ഒന്ന് വൈറലായി വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. പക്ഷേ അതൊന്നും എനിക്ക് പാരൻസിനെ ബുദ്ധിമുട്ടിക്കണമെന്നില്ല. അപ്പം ഞാനിങ്ങനെ മുടി വെട്ടുന്നില്ല. ആക്ച്വലി നമുക്ക് നമ്മുടെ ഹോസ്പിറ്റൽ ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും മുടി ഇങ്ങനെ ബൺ ചെയ്ത് കെട്ടണം. ഇങ്ങനെ പുട്ടപ്പ് പോലെ ചെയ്ത് ബൺ ചെയ്ത് കെട്ടണം. അപ്പം കോളേജിലുള്ള ആൾക്കാർക്കും എൻ്റെ മുടി അത്ര അറിയത്തില്ല. ഓക്കെ ഇതിനെത്ര നീളമുണ്ടെന്ന് എനിക്കും അറിയത്തില്ല, അവർക്കും അറിയത്തില്ല. പിന്നെ നീളമുള്ളതായാലും ചുരുണ്ട് കയറും, നടുക്കൂടെ പാർട്ടീഷൻ ചെയ്യും. അപ്പം മുടിയിൽ ഇങ്ങനെ ഈ പാർട്ടീഷൻ ഇങ്ങനെ വലുതായി അത്യാവശ്യം വൈഡായി വരുന്നു. നമ്മൾ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് എന്ന് പറയുന്ന പോലെ, ആൻഡ്രോജനിക് അലോപേഷ്യ അല്ല, ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ് എന്ന് പറയുന്ന പോലെ ഇങ്ങനെ റോഡിന് വീതി കൂടുതലായി എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്തില്ല. ആൻഡ് ഞാൻ മുടി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ നല്ലൊരു സലൂണിലൊക്കെ പോയി നാനോപ്ലാസ്റ്റിയ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത്. അപ്പം ചെയ്തപ്പം അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. ഞാൻ മുടി ഈ ട്രീറ്റ്മെൻറ്റ് അങ്ങോട്ട് ചെയ്തപ്പം ഭയങ്കരമായിട്ട് ലെങ്ത് വെച്ചു. നമ്മുടെ ഈ ഹിപ്പ് പോർഷൻ വരെ അതായത് ചുരുണ മുടിയാണ്. അത് നീട്ടുമ്പോൾ നല്ല ലെങ്തും ഉണ്ട്. സോ അപ്പം അതിൻ്റെ ഫോട്ടോസ് എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഉണ്ട്. സോ അപ്പം എനിക്ക് ആ ഒരു സാധനം വന്നു, കൊള്ളാം
ഷാംപൂ തരും, കണ്ടീഷണർ തരും, പിന്നെ ഞാൻ നല്ല മസാജൊക്കെ ചെയ്ത് ഹെയർ കെയർ ഒക്കെ ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ അത്യാവശ്യം നന്നായി ഹെയർ വളർന്നു എന്ന് പറയാൻ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത്യാവശ്യം എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ നന്നായിട്ട് മുടി വളരുകയും ചെയ്തു. പിന്നെ എനിക്ക് മാനേജബിൾ ആയിരുന്നു. ആൻഡ് ഞാൻ മുടീനെ അങ്ങനെ നല്ല കെയർ ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പൈസ നന്നായിട്ട് പൊട്ടിയത് കൊണ്ട് നമുക്ക് മുടി അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ആഫ്റ്റർ കെയർ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു. അവർ തന്ന പറഞ്ഞ രീതിയിലെല്ലാം കെയർ ചെയ്തു. അങ്ങനെ മുടി നന്നായിട്ട് വന്നു. പക്ഷേ ഇവിടുത്തെ വൈഡനിങ് കുറച്ചുണ്ടായിരുന്നു. അത് ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ഫുഡ് മര്യാദയ്ക്ക് കഴിക്കുന്ന ഹോസ്റ്റലാണ്, പിന്നെ ട്രാവലുണ്ട്, പിന്നെ ഡെഫിഷ്യൻസീസ് കാണും, സോ ബ്ലാ ബ്ലാ ബ്ലാ. ഞാനങ്ങനെ അത് അത്ര മൈൻഡ് ചെയ്തില്ല. പക്ഷേ ബൈ ദ ടൈം ഞാൻ ഈ ബയോട്ടിൻ ടാബ്ലറ്റ്സ് എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ആൻഡ് ഞാൻ ഈ പറയുന്ന ഞാൻ യൂസ് ചെയ്തു എന്ന് പറയുന്ന ആ സെറമൽ ആ മരുന്ന് ഉപയോഗിക്കുന്നുമില്ലായിരുന്നു. പക്ഷേ പറയുന്നത് പോലെ എനിക്ക് അത്ര ഒത്തിരി ഹെയർ ഫോൾ ഉണ്ടായില്ല. കാരണം 100 തൊട്ട് 150 മുടി എന്തെങ്കിലും മനുഷ്യന്മാർക്ക് നോർമലി കൊഴി അതുപോലത്തെ കുഴിച്ചിലായിരുന്നു. പക്ഷേ ഞാനൊരു അപ്പം എൻ്റെ മുടി ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. അപ്പം ഇവിടുന്ന് നോർമൽ ആക്ച്വലി ഒരു കേളി ഹെയർ ആണ്, നല്ല കേളി ഹെയർ ആയതുകൊണ്ട് വളർന്നു വരുന്ന മുടി ഇങ്ങനെ ചുരുണ്ടും, ഇപ്പം എല്ലാവരും കാണുന്ന പോലെ ചുരുണ്ടും താഴോട്ടുള്ള മുടി നീണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര പക്ക സ്ട്രീറ്റ് ചൂല് പോലത്തെ സാധനമല്ല. ടെനോപ്ലാസ്റ്റിയ അല്ലാത്ത ബ്ലോ ഡ്രൈ ആ പ്രൊസീജിയറൊക്കെ ചെയ്യുമ്പോൾ അറ്റത്ത് അത്യാവശ്യം നാച്ചുറലി ആണ് അത് കിടക്കുന്നത്. അപ്പം അങ്ങനെയാണ്. പക്ഷേ കുറച്ച് കോലാവാൻ തുടങ്ങി. അപ്പം ഞാൻ ചെയ്തു കോല് കട്ട് ചെയ്യും, ഇവിടുന്ന് വളരും, കോല് കട്ട് ചെയ്യും, ഇവിടുന്ന് വളരും, അങ്ങനെ ഗ്രാജുവലി. പിന്നെ ഞാൻ ഈ ഒരു ലെങ്ത് ആക്കി എൻ്റെ മുടി, ഈ ഒരു ലെങ്ത് ഒക്കെ ആക്കി എൻ്റെ മുടി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ജോബിന് കയറുന്നത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ജോബിന് കയറി. അപ്പം ഒന്നാമത്തെ ഹോസ്പിറ്റൽ ഫീൽഡിലൂടെ ആയതുകൊണ്ട് ടെൻഷനുണ്ട്. പിന്നെ ഫുഡ് ഒന്നും പറ്റില്ല, എക്സസ് പണി അങ്ങനെയൊക്കെ ആയപ്പം ഞാൻ ഇവിടുന്ന് അങ്ങ് പുറകെ വരെ എടുക്കുന്ന ആ പാർട്ടീഷൻ, ഞങ്ങളുടെ നാട്ടിൽ വകുപ്പ് എന്നാ പറയുന്നത്, അത് നേരത്തെ ആദ്യം ഒരു നാരോ റോഡായിരുന്നു. പിന്നെ എനിക്കൊന്ന് പരസ്പരം മുടികൾ തമ്മിൽ അടിയുണ്ടാക്കി ഒരു 1 വേ സൃഷ്ടിച്ചു, പിന്നെ അതൊരു 2 വേ സൃഷ്ടിച്ചു, പിന്നെ ഹൈവേ സൃഷ്ടിച്ചു, പിന്നെ നാഷണൽ ഹൈവേയിലേക്ക് അത് പോയി. അതായത് ഇവിടെ ഭയങ്കര വൈഡ്, ഇത്ര ഏരിയ ഭയങ്കര വൈഡ്. പക്ഷേ ഞാൻ അത്ര കെയർ ചെയ്തില്ല. ബിക്കോസ് ഞാൻ അങ്ങനെയാണ്. ഞാൻ എന്താ പിന്നെ കെയർ ചെയ്യുന്നത് വെച്ചാൽ അതും എനിക്കറിയാൻ പാടില്ല. സാധാരണ ഇങ്ങനെ പെൺപിള്ളേർക്കൊക്കെ ഭയങ്കര മുടിയൊക്കെ വളർത്തി നെയിൽസൊക്കെ നെയിൽ പോളിഷ് അടിച്ച് ഇതിപ്പോൾ കുറച്ച് ആയിട്ട് 2-3 ദിവസമായിട്ട് അടിച്ചു കൊടുക്കാൻ എൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നെയിൽ പോളിഷ് വാങ്ങി. അപ്പോൾ അത് കൊള്ളാമെന്ന് നോക്കാൻ വേണ്ടി ഞാൻ അടിച്ചതാണ്. അത് ഞാൻ ചേട്ടൻ ഇളക്കിയായിരുന്നു ആകട്ടെ. അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ നഖവും മാറ്റുന്നത്. ചേച്ചി ഗേളി ഗേളാവ്, ചേച്ചി ബോയ് ഗേളാവ്, അത് ചേച്ചി ഗേളി ഗേളാവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനപ്പം നഖമൊക്കെ വളർത്തുന്നത്. ഓക്കെ, അത് മാറട്ടെ, അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നതൊക്കെ വേറെ എന്തൊക്കെയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അത്യാവശ്യം പാർട്ടീഷൻ വലുതായി ഹൈവേ സൃഷ്ടിച്ചല്ലേ. അപ്പം ഞാൻ ഫോട്ടോസിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഇരുന്നാൽ കുഴപ്പമില്ല. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ആ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇതായത് എന്നോട് ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ആ മുടി കയറുന്നുണ്ട് അതായത്. പക്ഷേ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല, അതൊന്നും ഞാൻ മനസ്സിലേ എടുക്കാറ്. പക്ഷേ എൻ്റെ ഹാർട്ടിന് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, മോനെ മോൻ്റെ മുടി പോകുന്നുണ്ട്, യു ഹാവ് ടു ബി സീരിയസ് അബൌട്ട് ദാറ്റ്. കാരണം നിനക്ക് അത്ര പ്രായമില്ല, നീ ചെറുപ്പമാണ്, ആൻഡ് യു ഹാവ് മെനി തിങ്സ് ടു ഡു ഇൻ ലൈഫ്. ഓക്കെ, നീ അത് കെയർ ചെയ്യുക, വേറെ ആരും പറയുന്നത് മൈൻഡ് ചെയ്യേണ്ട. പക്ഷേ ഫോർ യുവർ സെൽഫ് ടു ബി മോർ കോൺഫിഡൻറ്റ് ഇനഫ് ഇൻ യു ഹാവ് ടു ഡു ദിസ്. എന്തെങ്കിലും നീ ചെയ്യേ. അപ്പോൾ എനിക്ക് ഓക്കെ, എനിക്കെന്ത് തോന്നി, ഓക്കെ ശരി. അപ്പം ഞാൻ അത്ര കാര്യമൊക്കെയില്ലെങ്കിലും അപ്പോൾ ഞാൻ ഇയാളോട് എൻ്റെ ഈ സ്റ്റോറിയൊക്കെ പറഞ്ഞു. എനിക്ക് ഇന്ന പോലെ ഒരു അലോപേഷ്യ എന്ന് പറയുന്ന ഒരു അസുഖമാണ്, അത് പിന്നെ ട്രീറ്റ് ചെയ്ത് അത് ഞാൻ മാറ്റി. പിന്നെ ഞാൻ അത് ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മേ ബി ബിക്കോസ് ഐ ഹാവ് സോ മെനി ഡെഫിഷ്യൻസീസ് ആൻഡ് ഐ ആം നോട്ട് ഈറ്റിംഗ് പ്രോപ്പർലി, ഐ ആം നോട്ട് ഡ്രിങ്കിങ് പ്രോപ്പർലി, ഐ ആം നോട്ട് ഡൂയിങ് മൈ തിങ്സ് പ്രോപ്പർലി, ഐ ആം നോട്ട് ഡൂയിങ് എക്സസൈസ്, അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കും. പക്ഷേ ഹി വാസ് കൺവിൻസിങ് ദാറ്റ് ഞാൻ ഓക്കെ ഒരു ചാൻസ് എടുക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ലെവലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ 27th ബർത്ത്ഡേ വരുന്നത്. ബർത്ത്ഡേ സെലിബ്രേഷൻ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കുഞ്ഞിങ്ങനെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഫോട്ടോയിലാണ് ബിക്കോസ് വെട്ടം ഫുൾ അത്യാവശ്യം രാത്രിയായിരുന്നു. ബിക്കോസ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞാണ് ലേറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം രാത്രിയായിരുന്നു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ കുഞ്ഞു നിന്ന് ഇങ്ങനെ മറ്റേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത് ആ ഫോട്ടോ, സോറി ഒരു വീഡിയോ ആണുള്ളത്. അതിൽ എൻ്റെ മോനെ ഇത്ര അടുത്ത് മുടിയേ ഇല്ല, ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഞാൻ എപ്പോഴും പോണിയാണ് കേട്ടാറ്. എൻ്റെ ഗോ ടു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പൊതുവെ പോണിയാണ്. ഞാൻ അങ്ങനെ ബ്രൈഡിങ്ങോ അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യാം. അപ്പം കറക്റ്റ് ഇത്രയും സ്ഥലത്ത് മുടി ഇല്ലടാ. എൻ്റെ യൂട്യൂബിൽ ആ വീഡിയോ എടുക്കണം, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം. അപ്പം ഐ വാസ് ലൈക്ക് ഇത് ഇച്ചിരി വൃത്തികേടാണല്ലോ, ഇത് ഞാൻ ശ്രദ്ധിക്കണം എന്നെനിക്ക് തോന്നി. ആൻഡ് പിന്നെ എൻ്റെ കൂടെയുള്ള ആളുടെ ഒരു കൺവിൻസിങ് സാധനം കൂടെ വന്നപ്പോൾ ഐ വാസ് ലൈക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം, വളരുന്നെങ്കിൽ വളരട്ടെ. അങ്ങനെ ദെൻ ഐ ഡിഡ് മൈ റിസർച്ച്. മുടി വളർത്തണം, ഇങ്ങനെ വളർത്തണം ഇൻ ദ സെൻസ് ഐ ഡോണ്ട് വാണ്ട് ദിസ് ലോങ് ഹെയർ അൺമാനേജബിൾ. ഇങ്ങനെ അതെനിക്ക് താല്പര്യമില്ല. എല്ലാവർക്കും ലോങ് ഹെയർ ഇഷ്ടം, പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഷോർട്ടായിട്ട് മാനേജബിൾ ആയിട്ടുള്ള ഹെയർ ആണ് എനിക്കിഷ്ടം. The case was not about having long hair. I wanted some thickness. Thickness ഇല്ലെങ്കിലും I at least wanted the bald spots or the parts to be covered. Okay, എനിക്കതായിരുന്നു വേണ്ടത്. അപ്പം ഞാൻ ചെയ്തു ഓക്കെ
പണ്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനം ഒന്നും കൂടി ട്രൈ ചെയ്യുന്നില്ല, ബിക്കോസ് അതെനിക്ക് വൺസ് വർക്ക് ആയിട്ടുണ്ട്. അപ്പം എനിക്ക് അതെനിക്ക് വർക്ക് ആയിരിക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ അപ്പം ഇത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ, അന്ന് ഞാനിത് സ്റ്റോപ്പ് ചെയ്യാൻ കാരണം, ഒന്നാമത് എനിക്ക് കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു പരിപാടിയുണ്ട്. ഡെയിലി ഒരു സാധനം ചെയ്യുക, അല്ലെങ്കിൽ ഇതിന് വേണ്ടി ഇത്ര ഇൻവെസ്റ്റ് ചെയ്യണോ എന്നൊക്കെ ഉള്ളൊരു മണ്ടൻ തോട്ട് എനിക്കുണ്ട്. കാരണം എനിക്ക് വേണ്ടി ഒന്നും സ്വന്തമായി ഇങ്ങനെ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ സോ കോൾഡ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യണം എന്നുള്ള ഒരു അത്രയും ഒരു കമ്മിറ്റ്മെന്റ് എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന സാധനം അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അത്യാവശ്യം എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ പൈസ ഉള്ളവർക്ക് എക്സ്പെൻസീവ് അല്ല. പക്ഷെ എന്നെ പോലെ ഒരു എന്താ ലൈക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വീട്ടിൽ അത്യാവശ്യം സാമ്പത്തികമുള്ളവർക്ക്, അല്ലെങ്കിൽ ഒത്തിരി പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊന്നും അത് എക്സ്പെൻസീവ് ആയിരിക്കത്തില്ല. പിന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സ് അവർക്കൊന്നും എക്സ്പെൻസീവ് ആയിരിക്കണം എന്നില്ല ഞാൻ ഈ പറയുന്ന സാധനം. എന്തായാലും നമുക്ക് ഒരു 2 മാസം കൂടിയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ 1 മാസം കൂടിയിരിക്കുമ്പോൾ ഒരു 1200 to 1500 രൂപ നമുക്ക് ഇതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം തുടങ്ങാൻ പറ്റുന്ന ഒരു കെയർ ആണിത്. കാരണം എല്ലാവർക്കും ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സാധനം അതേപോലെ അല്ല. സോ ഞാൻ അതൊക്കെ പിന്നെ പറയാം. അപ്പം ഫസ്റ്റ് ഞാൻ എൻ്റെ ആ ബർത്ത്ഡേയുടെ ആ ഫോട്ടോസ് കണ്ടപ്പോൾ തൊട്ട് ഞാൻ റിയലൈസ് ചെയ്ത കാര്യം, ഓക്കെ ഞാനത് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതിനുള്ള ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ ഫ്രീഡം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സാധനം പൈസ ബേസിക്കലി പൈസ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. കാരണം ഇത് നമ്മൾ തുടങ്ങുവാണ്, ഇത് ലൈഫ് ലോങ് ചെയ്യാം. അപ്പോൾ അതിന് ഉള്ള മാർഗം എനിക്ക് വേണം. രണ്ടാമത് ടൈം, കൺസിസ്റ്റൻസി, കമ്മിറ്റ്മെൻറ്റ്, ഇത്രയും സാധനം എനിക്ക് എന്നോടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം ഞാൻ വെച്ചു വൈ നോട്ട്, എന്തുകൊണ്ട് ചെയ്തുകൂടാ, എൻ്റെ കാര്യം പിന്നെ ഞാൻ അല്ലാണ്ട് വേറെ ആരും നോക്കാൻ എന്നുള്ള രീതിയിൽ ഓക്കെ ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ കൺവിൻസ് ചെയ്തു. അങ്ങനെ ഞാൻ ഹെയർ കെയറിലേക്ക് 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങി. പിന്നെ ഞാൻ എൻ്റെ ഡോക്ടറോടും കൺസൾട്ട് ചെയ്തു, ബിക്കോസ് ഐ എം വർക്കിംഗ് അണ്ടർ ഫിസിഷ്യൻ. സോ ഞാൻ സാറിനോടും കൺസൾട്ട് ചെയ്തിട്ട് പിന്നെ ഡേർമയിൽ പോയി കണ്ടു, ബേസിക് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു. ബ്ലഡ് ടെസ്റ്റിൽ അത്യാവശ്യം എല്ലാം നോർമലാണ്. വൈറ്റമിൻ ഡി ഒഴിച്ച് ഞാൻ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കാൻ തുടങ്ങി. തൈറോയിഡ്, TIBC, എവറിഥിങ് വാസ് പെർഫെക്റ്റ്. അങ്ങനെ കാൽഷ്യം മാത്രം കുറച്ച് കുറവുണ്ടായിരുന്നു, അതും ഞാൻ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ തുടങ്ങി. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് ഇൻ ദിസ് തിങ്. 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി വെച്ചു. പിന്നെ മന്ത്ലി എനിക്ക് ഈ സാധനം വേണമല്ലോ, അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള പരിപാടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ഹെയർ കെയറിന് വേണ്ടി 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വാങ്ങിയ കുറച്ച് സാധനങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിൽ വെരി ഫസ്റ്റ് തിങ് ഇസ് ഒരു ക്ലോത്ത്, തല തുടയ്ക്കാൻ വേണ്ടി മാത്രം ഒരു ക്ലോത്ത്, മൈക്രോ ഫൈബർ അങ്ങനത്തെ ഒരു സാധനമാണ്. അത് ഇങ്ങനെ ChatGPT പിന്നെ കുറേ ആൾക്കാരെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടാണ് ഈ സാധനം ഞാൻ വാങ്ങിയത്. ആൻഡ് സെക്കൻഡ് സാധനം ഇസ്, ഞാൻ പറഞ്ഞില്ല ഞാൻ ഡെയിലി പോണിറ്റെയിൽ കെട്ടുന്ന ഒരാളാണ്. അപ്പം ഞാൻ വാങ്ങിയതാണ് ഇത് കുറച്ചിങ്ങനെ ഇത് 2 ഒരു പാക്കായിരുന്നു. അപ്പം ഇത് സിൽക്കിൻ്റെ സ്ക്രഞ്ചീസ് ആണ്. ഇതാണ് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നത്, കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യുകയാണെങ്കിലും ഇതേ സാധനം തന്നെ കൊടുക്കുന്നത്. കാരണം ഇത് സിൽക്കിൻ്റെ ആണ്, ഇതിൽ ഒറ്റ മുടി പോലും പൊട്ടിയില്ല. ഇത് മുടിയല്ല, തെറ്റിദ്ധരിക്കരുത്, ഇതിൻ്റെ നൂലിളകിയത്. ബിക്കോസ് ഞാൻ 24/7 ഇതാണ് കിട്ടുന്നത്. അപ്പം അതിൻ്റെ എക്സ്ട്രാ പെയർ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം സിൽക്കിൻ്റെ സ്ക്രഞ്ചീസിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ഇത് മീഷോയിലൊക്കെ ഉണ്ട്, മീഷോയിലൊക്കെ അത്യാവശ്യം വിലക്കുറവിൽ തന്നെ കുറേ സെറ്റായിട്ട് കിട്ടും. അപ്പം ഇത് ഞാൻ ആദ്യത്തേതൊരു ഹെയറിന് വേണ്ടി മാത്രം ഒരു ക്ലോത്ത്, പിന്നെ ഒത്തിരി ഇട്ട് ഉരയ്ക്കുക അങ്ങനത്തെ ഒന്നുമില്ല, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് പിന്നെ സ്ക്രഞ്ചീസ്, കാരണം ഇത് മുടി പൊട്ടിക്കില്ല. പിന്നെ അടുത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തൊരു മേജർ കാര്യമാണ് ഈ സാധനം. ഇത് തടിയുടെ ചീപ്പാണ്. ബിക്കോസ് പ്ലാസ്റ്റിക് ചീപ്പാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് തൊട്ടാണ്. അപ്പം അത് യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ലാത്ത ആൾക്കാരുണ്ട്, എനിക്കറിയാം. പക്ഷെ എൻ്റെ മുടി പെട്ടെന്ന് പൊട്ടി പോകുന്നുണ്ട്, മേ ബി ഡ്യൂ ടു ഡെഫിഷ്യൻസീസ്. ഇപ്പം ഞാൻ പറയുന്നില്ല ഈ സാധനത്തിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത് എന്നോ, അല്ലെങ്കിൽ റീഗ്രോത്ത് ഉണ്ടാകുന്നതെന്നോ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഹെൽത്തി ആയിട്ട് ബലത്തോടെ ഇരിക്കുന്നതെന്നോ ഞാൻ പറയുന്നത്. ഇൻറ്റേർണൽ സപ്ലിമെൻറ്റ്സ് എടുത്തിരുന്നു, കാൽഷ്യം, വൈറ്റമിൻ, പിന്നെ ഫോളിക് ആസിഡ് ഞാൻ എടുത്തില്ല, കാൽഷ്യം, വൈറ്റമിൻ, പിന്നെ ഞാൻ വൈറ്റമിൻ D3 ഇതൊക്കെ എടുത്തു. ഇപ്പം ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. ആക്ച്വലി കുറച്ച് നോർമലായപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ബിക്കോസ് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ്, ഇതൊക്കെ അനാവശ്യമായി കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഡെഫിഷ്യൻസി ആണെങ്കിൽ സഫീഷ്യൻ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കണം. അല്ലാണ്ട് നോർമൽ ആവാൻ നമുക്ക് നിർത്താം. കാരണം പിന്നെ നമ്മുടെ ബോഡി സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കോളും, അതിനുള്ള കഴിവുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ചീപ്പാണ്. ഇത് മറ്റേ തടിയുടെ. അപ്പം ഇത് ഞാൻ മീഷോ എന്താണ് വാങ്ങിച്ചത്, ഭയങ്കര ചീപ്പാണ്. ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ സിസ്റ്ററിന് കൊടുത്തു. അപ്പം എന്നെ മുടിക്ക് ഇത് മതി, ഇത് ധാരാളം. ഇതും എൻ്റെ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ഞാൻ വാങ്ങിയ സാധനമാണ്. ദെൻ കംസ് ഇത് ആക്ച്വലി ഒരു അടിപൊളി സാധനമാണ്. ഇപ്പം നിങ്ങൾ മീഷോയിൽ നോക്കുവാണെങ്കിൽ, മീഷോയിലോ ഫ്ലിപ്കാർട്ടിലോ അവിടെയൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനത്തിൻ്റെ ഒക്കെ എന്താ പറയുന്നത് ചീപ്പസ്റ്റ് വേർഷൻ കിട്ടും. ചിലപ്പോൾ ഇതൊക്കെ ഒരു എന്താ കോംബോ ആയിട്ട് വരെ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. ഇത് ഒരു പൊളി സാധനമാണ്. ഇതൊരു ഹെയർ മസാജറാണ്. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇതിങ്ങനെ വെച്ച് കൊടുക്കുക, ആൻഡ് ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ്. കൈ ഇങ്ങനെ വയ്ക്കുക, സെക്യൂർ ആക്കി വയ്ക്കുക. ഇത് സിലിക്കോൺ ആണ് ഈ സാധനം. ഇത് നമുക്ക് നല്ല സുഖം. ആക്ച്വലി ഒരു 5 minutes ഡെയിലി
ഇത് വെച്ചൊന്ന് മസാജ് ചെയ്താൽ തന്നെ പകുതി തലവേദനയും പോകും, അത്യാവശ്യം നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഇത് അടിപൊളിയാണ്. ഇത് ഞാൻ ഒരെണ്ണം വാങ്ങി. ഈ പറയുന്ന സാധനങ്ങളുണ്ട്, ഈ പറയുന്ന സാധനങ്ങളൊക്കെ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ ഇതൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വേണം യൂസ് ചെയ്യാൻ. അതേപോലെ തന്നെ ഇതൊന്നും അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമല്ല. അണ്ടിൽ യു ആർ എ വർക്കിംഗ് പ്രൊഫഷണൽ. അല്ല ഇപ്പം കുഞ്ഞു പിള്ളേരാണ്, ലൈക്ക് 12th 10th അങ്ങനെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, ശരിയാ. 200 രൂപ 200 രൂപ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വലിയ പൈസ തന്നെയാണ്. പക്ഷെ അൺലെസ് യു ആർ വർക്കിംഗ്, നമുക്കൊരു 10,000 രൂപ സാലറി ഉള്ള ആൾക്കാർക്ക് പോലും ഒരു തവണ ഒന്ന് മാറ്റി വെച്ചാൽ ഇതൊക്കെ വാങ്ങാം. ഓക്കെ, അപ്പം ഇതാണ് ഒരെണ്ണം. ഇത് ഭയങ്കര അടിപൊളിയാണ് മസാജ്. പിന്നെ എൻ്റെ ഒരു സാധനമുണ്ട്, അത് മെയിനായിട്ടും ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ്, അലോപേഷ്യ, ആൻഡ്രോജനിക് അലോപേഷ്യ, ക്ലസ്റ്റർ ആയിട്ട് ഇങ്ങനെ മുടി പോവുക, ഇങ്ങനെ റൗണ്ട് ആയിട്ടൊക്കെ പോവുക. ഈ അലോപേഷ്യ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഹെയർ ലോസ് വേർ ഒരു വട്ടം ഒരു പാച്ചായിട്ട് അത്രയും ഏരിയ ബൾക്കായിട്ട് ഡെൻസിറ്റി ഫുൾ പോവുക, അല്ലെങ്കിൽ അവിടെ കറക്റ്റ് കഷണ്ടി പോലെ വരിക, അതാണ് അലോപേഷ്യ. സോ അപ്പോൾ അതിന് പല വേർഷൻ ഉണ്ട്. ഫീമെയിൽ പാറ്റേൺ ഉണ്ട്, മെയിൽ പാറ്റേൺ ബോൾനെസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മുടെ ഫോളിക്കിൾ ഇല്ല അവിടെ, അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്നില്ല എന്നുള്ള സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. ഇത് നമുക്ക് വീക്ക്ലി 1 or 2 അതിൽ കൂടുതൽ ചെയ്യേ വേണ്ട എന്നുള്ളതാണിത്. ഇത് ഇച്ചിരി വിലയുണ്ടായിരുന്നു, 700 സംതിങ്ങിനാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് 1.5 mm തിക്നെസ് ആണ് ഇതിൻ്റെ നീഡിൽസ്. എന്തെന്നാണ് ഞാൻ കാണിച്ചത്. ഇതാണ് ഡെർമാ റോളർ. ഇത് ഡെർമാ റോളറാണ്, ഇങ്ങനെ കാണും. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ക്ലീൻ ആയിട്ട് വേണം യൂസ് ചെയ്യാൻ. പിന്നെ ഇത് നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അവർ ഒപ്പീനിയൻ വെച്ചിട്ട് വാങ്ങണം. ഞാനിങ്ങനെ യൂട്യൂബിൽ കൂടെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് അത്ര നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് സംസാരിച്ച് അവർ പറഞ്ഞ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നാണ് ഞാൻ ഈ സാധനം വാങ്ങിയത്. ഇത് എപ്പോഴും യൂസ് ചെയ്യുന്നതിന് മുന്നേയും യൂസ് ചെയ്തതിന് ശേഷവും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് എളുപ്പമാണ്. സാനിറ്റൈസ് ചെയ്ത് എടുത്താലും മതി, നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി പാഡ് ഡ്രൈ വല്ലതും ചെയ്തിട്ട് സാനിറ്റൈസർ അടിച്ചു കൊടുത്ത് സെറ്റാക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കയ്യിൽ കാണിച്ചു തരാം. അത്യാവശ്യം വേദന എടുക്കും, കുറച്ച് വേദന എടുക്കും, കുറച്ചല്ല അത്യാവശ്യം വേദന എടുക്കും. ഇപ്പം ഇവിടെ ആണ് നമുക്കിപ്പം ഈ ഏരിയയിലാണ് നിങ്ങൾക്കിപ്പം ഒരു പാച്ച് ഇത്ര എടുത്ത് പാച്ച്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഈ ഏരിയയിൽ വയ്ക്കുക, നന്നായിട്ടൊന്ന് ഇങ്ങനെ ഞെക്കി കൊടുക്കണം. ഞെക്കി കൊടുക്കണം. 5 വട്ടം ഫ്രണ്ട്, 5 വട്ടം സൈഡ്, 5 വട്ടം വെച്ചാൽ 1 2 3 4 5 1 2 3 ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ടുവേർഡ്സ് ആൻഡ് ബാക്ക്വേർഡ്സ് സൈഡ് വേസ് ഇങ്ങനെ 5 വട്ടം വീതം ഇങ്ങനെ റബ്ബ് ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്ന അറിയാം, മൈക്രോ പോസ് ഉണ്ടാവും, മൈക്രോ ഇഞ്ചുറി ഉണ്ടാവും അവിടെ. അതായത് ഈ നീഡിലിൻ്റെ തിക്നെസ്സിൽ അവിടെ മൈക്രോ ഇഞ്ചുറി ഉണ്ടാവും. ഇങ്ങനെ മൈക്രോ ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും, അവിടെ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങും. ബ്ലഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധനങ്ങൾ കൂടുതലും അങ്ങോട്ട് വരും. അതായത് ഫോർ എക്സാമ്പിൾ പ്ലേറ്റ്ലെറ്റ്സ്, RBC WBC എന്നൊക്കെ കേട്ടില്ല, ആ സാധനമൊക്കെ, അതായത് അങ്ങോട്ട് ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കൂടും. ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ അവിടെ ഓക്സിജൻ സപ്ലൈ കൂടും. ബേസിക്കലി അത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഡെർമാ റോളിങ് ചെയ്തതിൻ്റെ പുറത്ത് നമ്മൾ ഇപ്പം സെറമോ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് റോസ്മേരിയോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം അവിടെ എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി അവിടെ ബ്ലഡിൻ്റെ സോഴ്സസ് കൂടുതലാണ്, ഓക്സിജൻ കൂടുതലാണ്, എല്ലാം കൂടുതലാകുമ്പോൾ അവിടെ തന്നെ നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ സ്പ്രേ ചെയ്യുക, സെറം അപ്ലൈ ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ നിന്നുള്ള അബ്സോർപ്ഷൻ വലിച്ചെടുക്കുന്നത് കൂടുതലായിരിക്കും. അങ്ങനെ നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ സാധനം ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും, പക്ഷേ ഓൺലി അണ്ടർ ആ ഡെർമറ്റോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷന് ശേഷം മാത്രം. ഓക്കെ, ബിക്കോസ് ഇത് ഉപയോഗിച്ച് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ വളരെ ഹൈ ആണ്. ഇറ്റ് ഈസ് എ റിസ്കി ടൂൾ ആസ് വെൽ. സോ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് സംസാരിച്ച് ഒക്കെ വേണം ഈ സാധനം യൂസ് ചെയ്താൽ വളരെ നല്ലതാണ്, റിസൾട്ട് ഉണ്ടാവും. ഇവിടുത്തെ ഈ സാധനം ഒക്കെ ഞാൻ നന്നായിട്ട് ഒരുക്കി അങ്ങനെ വന്നതാണ്. സീരിയസ് ആൻഡ് ഇപ്പം ഇവിടെ കവേർഡ് ആയിട്ടുണ്ട്, കണ്ടോ, അത്യാവശ്യത്തിൽ കൂടുതൽ ടിക്കിങ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പം അതാണിത്. സോ നമുക്കിങ്ങനെ ഒരു ശവപ്പെട്ടിയിലാണ് വരുന്നത്. എൻ്റെ ഇങ്ങനത്തെ ഒരു ശവപ്പെട്ടിയിലാണ് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ വാങ്ങിയൊരു സാധനം എന്ന് വെച്ചാൽ ഇതൊക്കെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ ഈ സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഹൈജീനിക് ആയിട്ട് യൂസ് ചെയ്യുക. ഒരാഴ്ചയിലൊന്ന് കഴുകി ഒന്ന് നന്നായി വെക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ആൻഡ് പിന്നെ ഞാൻ അങ്ങനെ വാങ്ങിച്ചൊരു സാധനമാണ് ഇത് മറ്റേ ചാറ് കമ്പനിയിലും ഒന്നും തലയിലിടുന്ന മറ്റേ സുനയുണ്ടല്ലോ, അതല്ല ഇതും പറഞ്ഞ സിൽക്കിൻ്റെ ഒരു ഇങ്ങനെ ഹെയർ കവർ ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് ഡബിൾ ലെയർ ഒക്കെ ഉണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി. ഇതൊക്കെ ഞാൻ മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊന്നും ഒരു ഡയറക്റ്റ് ഒരു ഷോപ്പിൽ പോയിട്ട് ഓഫ്ലൈൻ പർച്ചേസ് ചെയ്തത്, ഇതെല്ലാം ഓൺലൈനാണ്. ഇത് ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്. 2 സൈഡിലും സിൽക്കായിരുന്നു ഇതിൻ്റെ. അതായത് നമ്മുടെ തല കയറുന്ന അകം വശത്തും പുറത്തും സിൽക്കിൻ്റെതാണ്. അതുകൊണ്ട് ഫ്രിക്ഷൻ ഭയങ്കര കുറവായിരിക്കും. നമ്മൾ രാവിലെ ഇത് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇപ്പോൾ തൽക്കാലം ഇതിങ്ങനെ വെച്ചിട്ട് കാണിച്ചു തരാവേ. ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങുക.
ബ്യൂട്ടി സ്പെയിൻ മക്കളെ. ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ സുഖമായിട്ട് ഇറങ്ങുക, രാവിലെ എണീക്കുമ്പോഴും മുടി ഭയങ്കര മാനേജബിളായിട്ട് ഒത്തിരി ഫ്രിസി ആയിട്ടുള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ളവർക്ക് നന്നായി മാനേജ് ചെയ്യാൻ പറ്റും. കോമഡി പീസ് ആയിട്ടുണ്ടല്ലേ മുടിയൊക്കെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഹെയർ കെയർ ജേണി അത്യാവശ്യം നമ്മൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ അത്യാവശ്യം കുറച്ച് ഒന്ന് സമയം വേണം. ആണ് നമ്മുടെ മെയിൻ കഥാനായകൻ എൻ്റർ ആവാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻട്രൻസിനെ റിപ്പീറ്റ് ചെയ്യുന്ന അങ്ങനെ 2017 കാലഘട്ടത്തിൽ ഉപയോഗിച്ച് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട്. ഇതൊന്നും ഞാൻ വെട്ടിയിട്ട മുടിയല്ല കേട്ടോ, ഇതൊക്കെ എനിക്ക് ഫ്രണ്ടിൽ നിന്ന് വളർന്ന് വരുന്ന മുടിയാണ് കണ്ടോ. ഇതൊന്നും ഞാൻ വെട്ടിയിട്ട സാധനമല്ല, ഇതൊക്കെ തനിയെ വളർന്നു വന്നതാണ്. അതേപോലെ തന്നെ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഇവിടൊക്കെ ഇങ്ങനെ എണ്ണീട്ട് നിൽക്കാം, മുള്ളമതിനെ പോലെ മുടി ഇങ്ങനെ എണ്ണീട്ട് നിൽക്കുക. അത്യാവശ്യം നല്ലതായിട്ട് ഗ്രോത്ത് ഉണ്ട്. അപ്പം 2017 ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് ചെയ്ത് അത്യാവശ്യം നന്നായി വർക്കൗട്ട് ചെയ്ത ഒരു സാധനമാണ് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ആൻഡ് എനിക്കിതിൽ പറയാനുള്ള കാര്യം, ഇത് ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട്, ഈവൻ ദോ ഐ എം ഫ്രം എ സ്ട്രോങ് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഐ നോ തിങ്സ്, പക്ഷേ എന്നാലും നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ഒപ്പീനിയൻസ് എടുത്ത് എൻ്റെ ഹെയറിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ഉൾപ്പെടെ ചെയ്ത് ഞാൻ എടുത്തൊരു അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതങ്ങനെ വെറുതെ കളിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു സാധനമല്ല. ബിക്കോസ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് നന്നായിട്ട് രോമം വരും. അപ്പം അതൊക്കെ സഹിക്കണം. കാരണം എനിക്കിപ്പം അത്യാവശ്യം മീശ വരെയുണ്ട്. എൻ്റെ ഐബ്രോസ്, ഞാൻ ഇതൊന്നും ഐബ്രോസ് ഒന്നും വരച്ചു തോന്നല്ല. എൻ്റെ പഴയ വീഡിയോസോ ഫോട്ടോസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ആഡ് ചെയ്യാം. അതിൽ നോക്ക്, അത്യാവശ്യം എല്ലായിടത്തും മുടി വളരും. എന്തേ നോക്ക്, എനിക്ക് ഇവിടെ നിന്നും വേണ്ട മുടി കണ്ടോ, അൺവാണ്ടഡ് ആയിട്ട് വരെ നമുക്ക് മുടി വരും. അപ്പം അത്യാവശ്യം നല്ല ബെസ്റ്റ് റിസൾട്ട്സ് ആണ് ഇത് തരുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, യു ഹാവ് ടു ബി കൺസിസ്റ്റൻറ്റ്, യു ഹാവ് ടു ഷോ കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് യുവർ സെൽഫ്. ടൈം വേണം, നമ്മുടെ മനസ്സ് ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിപ്പം മിൻടോപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇത് ശരിക്കും മിനോക്സിഡിലാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് 5% ആണ്, 2% ഉണ്ട്. സാധാരണ ഫീമെയിൽസിൽ നമ്മൾ തുടങ്ങുന്ന ഡോസ് എന്ന് പറഞ്ഞാൽ 2% ആണ്. ഇപ്പം ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസിനൊക്കെ 2% ധാരാളമാണ്. പക്ഷേ ആൻഡ് 5% മെയിൻലി യൂസ് ബൈ മെൻ. അവർക്ക് ഈ ബോൾനെസ് വരത്തില്ല, കഷണ്ടി, അത് വരുമ്പോഴാണ് അവരിത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ 5% ആണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ ചോദിച്ച് കൺസൾട്ടേഷൻ എടുത്ത് വാങ്ങി വിത്ത് പ്രിസ്ക്രിപ്ഷൻ ഞാൻ വാങ്ങിച്ച സാധനമാണിത്. ഓക്കെ, സോ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതിൻ്റെ പുതിയ ബോക്സാണ്. വൈദ്യുതി ഇതെനിക്ക് ഒരാൾ വാങ്ങി തന്നതാണ്. അപ്പം ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1271 റുപ്പീസാണ്. അതായത് 1271 രൂപയാണ്. ഇത് ഹോൾസെയിലായിട്ടൊക്കെ വാങ്ങുമ്പം 1073, 1100 ആ ഒരു റേഞ്ചിൽ ഉണ്ട്. 1500 താഴെയാണ്. എന്നാലും ഇത് എക്സ്പെൻസീവ് ആണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് മിനോക്സിഡിലെ ടാബ്ലറ്റ്സും ഉണ്ട്. മിനോക്സിഡിൽ പ്ലസ് റിഡൻസിൽ അല്ലെങ്കിൽ ഫെനസ്ട്രൈഡ് അങ്ങനത്തെ ഒക്കെ കോമ്പിനേഷൻ ഉണ്ട്. അതിലോട്ടൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. ബിക്കോസ് അതൊക്കെ വേറൊരു ഫാർമക്കോളജി എന്ന് പറഞ്ഞ വേറൊരു ടോപ്പിക്കാണ്. അതൊന്നും ഇങ്ങനെ യൂട്യൂബിൽ വന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു സാധനമല്ല. അപ്പം ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും. ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് വെച്ചാൽ, നമുക്ക് മിനോക്സിഡിൽ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗാണ്. അതായത് ഹൈപ്പർടെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ, BP കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് BP കുറയ്ക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മരുന്നാണ് ഈ മിനോക്സിഡിൽ എന്ന് പറയുന്നത്. ഫോർച്ചുനേറ്റ്ലി ആണോ അൺഫോർച്ചുനേറ്റ്ലി ആണോ എന്ന് അറിയില്ല. ഇപ്പം ഫോർച്ചുനേറ്റ്ലി നമുക്ക് പറയാം. അത് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ മുടി വളരുന്ന അല്ലെങ്കിൽ അവരുടെ രോമ വളർച്ച ഒരുപാടുള്ളതായിട്ട് കാണാൻ തുടങ്ങി. അപ്പോൾ ചില സൈഡ് എഫക്ട്സ് നമുക്ക് നല്ലതാണെന്ന് പറയുന്നത് പോലെ, ഇപ്പം വെളുക്കുന്നത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. ഐ എം നോട്ട് ഹിയർ ടു ടോക്ക് റേസിസം ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ ലിവറിൻ്റെ പ്രശ്നങ്ങൾക്ക്, ലിവർ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇപ്പം ഫാൻസി ആയിട്ട് സകല കണ്ടകടച്ചാണികളും പറയുന്ന നമ്മുടെ ഗ്ലൂട്ടത്തൈൻ ഉണ്ടല്ലോ, നമ്മുടെ ലിവറിൻ്റെ അസുഖത്തിന് വേണ്ടി കൊടുക്കുന്നൊരു സാധനമായിരുന്നു. അത് യൂസ് ചെയ്ത ആൾക്കാർക്ക് കുറച്ച് ഫെയർനെസ് വന്നു എന്നുള്ള സമയത്ത് അതെന്ത് ചെയ്തു, ഓക്കെ, വിൽക്കാനുള്ള ഒരു സാധനമായിട്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ട് വിൽക്കപ്പെടുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ ഹൈപ്പർടെൻസീവ് ആയിട്ടുള്ള പേഷ്യൻസിന് മിനോക്സിഡിൽ എന്ന് പറഞ്ഞ ഒരു ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗാണ്. അത് മുടി വളർച്ച കാണിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, അത് ഹൈപ്പർ ടെൻഷന് മാറ്റിയിട്ട് അതിൻ്റെ കോൺസെൻട്രേഷനും ഇൻഗ്രീഡിയൻസും ഇങ്ങനെയൊക്കെ മാറ്റി ഡ്രഗാണല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റും, അറിയാവുന്നവർക്ക്. അപ്പം എന്ത് ചെയ്തു, മുടിക്ക് വേണ്ടിയിട്ട് ഇത് ടോപ്പിക്കലായിട്ടുള്ള ഫോർമുലേഷൻസ് ഇറക്കി. ടാബ്ലറ്റ് ഫോംസ് ഉണ്ട്. അതൊക്കെ പ്രിസ്ക്രിപ്ഷണൽ ഡ്രഗ്സ് ആണ്, അതൊന്നും അങ്ങനെ കിട്ടത്തില്ല. അതൊക്കെ കൊടുക്കുന്നവർക്ക് നല്ല പണിയും കിട്ടും. അപ്പം അത് വാങ്ങി കഴിക്കാൻ പാടില്ല. അത് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് കഴിക്കാം. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പം ഒന്ന് ആലോചിക്കണം, നമുക്ക് കുറച്ച് ആദ്യത്തെ ഒരു സമയത്തൊക്കെ പ്രഷർ കുറയുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാം. പക്ഷേ നമ്മൾ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരുന്നാൽ മതി. നമ്മൾ ഡോക്ടറെ കണ്ടിട്ടാണല്ലോ വാങ്ങുന്നത്, അപ്പം കുഴപ്പമില്ല. അല്ലാതെ വാങ്ങരുത്, അങ്ങനെ വാങ്ങാം.
അപ്പം ഉള്ളവർക്കാണ് 5% കൊടുക്കുന്നത്. പക്ഷേ എന്നാലും ഇത് മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ അറിയെങ്കിൽ അത് മതി. 2% ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 2 നേരമൊക്കെ യൂസ് ചെയ്താലാണ് ബെറ്റർ റിസൾട്ട്സ് കിട്ടുക. ഞാനിപ്പോൾ 5% 1 ml വീതം എല്ലാ ദിവസവും രാത്രി ആണ് എനിക്ക് കംഫർട്ടബിൾ. അപ്പം ഞാൻ രാത്രിയാണ് തേക്കാറ്. പെട്ടെന്ന് അബ്സോർബ് ആയി പോകും. അങ്ങനെ വിഗറസ് ആയിട്ടുള്ള മസാജിങ് ഒന്നും വേണ്ട, നോർമൽ മസാജിങ് മതി. ഈസിലി അബ്സോർബ് ആവും. പിന്നെ കുറച്ച് ഓയിലി സാധനം ഹെയറിലും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ തേച്ചാൽ ഒരു ഓയിലി പോലെ ആയിരിക്കും. അത് ചിലർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. എന്നാൽ ഞാൻ രാത്രിയാണ് കുറച്ചും കൂടെ എൻ്റെ ഒരു കൺവീനിയൻസ്. എനിക്ക് ബാക്കി ഹെയർ കെയർ ഒക്കെ ചെയ്യാൻ സമയം രാത്രി ആയതുകൊണ്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ രാത്രിയാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ November 5 2025 യൂസ് ചെയ്തത് രണ്ടാമത് ഞാനിത് തുടങ്ങിയത്. അപ്പോൾ ഇതെൻ്റെ 3ാമത്തെ ബോട്ടിലാണ്. അതായത് ഞാൻ 60 ml ബോട്ടിൽ വാങ്ങിയത്. അപ്പോൾ എനിക്ക് 2 മാസം ഒരു ബോട്ടിൽ നിൽക്കാറുണ്ട്. 1 ml ഈച്ച് നൈറ്റ് തേക്കുക. അപ്പം ഇതാണ് എൻ്റെ സെക്കൻഡ് ബോട്ടിൽ. ഫസ്റ്റ് ബോട്ടിൽ ഓൾറെഡി ഞാൻ യൂസ് ചെയ്ത് കളഞ്ഞു. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഇതിനകത്ത് അതിനില്ല കഴിഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ടെക്സ്ചർ കാണിച്ചു തരായിരുന്നു. കളയുന്ന അത്യാവശ്യം നല്ല വില, അങ്ങനെ കളയാൻ പറ്റത്തില്ലല്ലോടാ. മണം ഒരു ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി ഇറിറ്റേഷനൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഫുള്ളി യൂസ് ചെയ്തു. മണമാണ് നല്ല മണം, ഒരു സ്പിരിറ്റ് പോലത്തെ ഒരു മണമാണ്. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ വെള്ളമാണെന്ന് വെച്ചാൽ വെള്ളമല്ല, ഭയങ്കര ഓയിലാണെന്ന് വെച്ചാൽ ഓയിലും അല്ല, അങ്ങനത്തെ ഒരു ടെക്സ്ചറോ. ഇത് നമ്മൾ അതിന് ശേഷം ഇത് അപ്ലൈ ചെയ്തിട്ട് പോയി കൈ വേണം. നല്ല അനാവശ്യമായ രോമയൊക്കെ പോകാം. നമ്മൾ മറ്റേ കരഞ്ഞ പോലെ കേൾക്കും. ഈ ബ്രാൻഡിൻ്റെ തന്നെ വാങ്ങിക്കണമെന്നൊന്നുമില്ല. എനിക്കിപ്പോൾ കിട്ടിയ ഈ ബ്രാൻഡ് കഴിഞ്ഞാണ് ഞാൻ ഈ ബ്രാൻഡ് വാങ്ങിച്ചത്. പിന്നെ പൊതുവെ എൻ്റെ ഏരിയയിൽ എനിക്ക് തോന്നി ഈ ബ്രാൻഡ് ആയിരിക്കും. ഡോക്ടർ വെഡ്ഡീസിൻ്റെ ഞാൻ പണ്ട് ഫോളിക് ഹെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ എന്താണ് യൂസ് ചെയ്തത്. ഇതിനകത്ത് നമുക്ക് ഒരു ട്രാക്കിംഗ് ചാർട്ട് ഉണ്ട്. ഇപ്പം എന്നും തൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഇങ്ങനെ പിക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ എത്ര ബോട്ടിൽ യൂസ് ചെയ്തു എന്നൊക്കെ അറിയാൻ ഒരു ട്രാക്കിലാവാൻ ഇത് നല്ലത്. ഈ പാക്കേജ് ഒക്കെ കണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഒരുപാട് സാധനമുണ്ട്, പക്ഷേ ഭയങ്കര വലുതാണ്, നല്ല കേട്ടോ. പക്ഷേ അടിപൊളി പാക്കേജിലാണ് വരുന്നത്. ഇത് ഇതിൻ്റെ സ്പ്രെയർ, ഇതിൻ്റെ ഒരു ലിഡാണ്. ഇതിൽ കൂടി നമുക്ക് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാം. ഇത് ഇത്തവണ ഇതാണല്ലേ. ഇത് ഡ്രോപ്പറാ. ഇതാണ് നമ്മുടെ മരുന്ന്. ഇത് കണ്ടോ 60 ml വായിക്കാൻ പറ്റുന്നില്ല, ഫോക്കസ് അവിടെ. ഇത് 60 ml ആണ്. 60 ml ഞാൻ പറഞ്ഞ പോലെ ഫോക്കസ് ആവാൻ സമയം. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. ഈ ബോക്സിൽ ഇത്രേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ വില നിങ്ങൾ കണ്ടല്ലോ, ഞാൻ കള്ളം പറയുന്നതല്ല. ഇതും ഞാൻ പഴയ യൂസ് ചെയ്ത ബോട്ടിലാണിത്. ഇതിനകത്തും ഇതും ഉണ്ടായിരുന്നു, ഡ്രോപ്പറും ഉണ്ടായിരുന്നു. ഞാൻ ഇതങ്ങനെ യൂസ് ചെയ്യൽ കുറവാണ്. ഡ്രോപ്പർ വെച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാനങ്ങനെ യൂസ് ചെയ്യുന്ന കുറവാണ് എന്ന് പറയാൻ കാരണം ഇതൊരു സ്പ്രെയറാണേ. ഇത് സ്പ്രേ ചെയ്യുന്ന ലിഡാണ്. ഇതിങ്ങനെ ഇളക്കി മാറ്റും. അയ്യോ കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കണ്ടോ, ഇതിങ്ങനെയാണ്. ഇത് ഇരിക്കുന്നില്ലയോ, ഞാൻ എടുത്തപ്പോൾ ഒടിഞ്ഞു പോയതാണ്. ഞാൻ ഇതിൻ്റെ പുതിയതാണ്. ഈ ബോട്ടിലിൽ ഞാൻ ഇങ്ങനെയാണ് ഇത് വെള്ളം വെച്ചാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കാരണം ரொம்ப എക്സ്പെൻസീവ്ഡാ. ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിൽ. ഈ ബോട്ടിൽ നമ്മൾ ഷേപ്പിൽ വ്യത്യാസമുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ക്വാണ്ടിറ്റി 60 ml പറഞ്ഞിട്ട് ഇത്രേ ഉള്ളൂ. നമുക്ക് 60 ml പറഞ്ഞാൽ ഇവിടെ വരെ ഉള്ളൂ. ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ, അങ്ങനെ പൈസയ്ക്ക് നോക്കുമ്പോൾ. ഇച്ചിരി ക്ലോസ് ആയിട്ടിരിക്കാം, എപ്പോഴാണ് കുറച്ചും കൂടി അറിയാൻ പറ്റുന്നത്. അപ്പം ഇതിനകത്തിപ്പം നോക്കാം. ഇതിപ്പോൾ ഡ്രോപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്തിപ്പം ഇത് ഡ്രോപ്പറാണ്. ഇതിൽ കറക്റ്റ് 1 ml ഉണ്ട്. ഈ രണ്ടാമത്തെ 1 ml. ഈ 1 ml വരെ ഞാൻ ഇതെടുക്കും. 1 ml വരെ വന്നില്ലെങ്കിൽ ആദ്യം 5 ml എടുക്കും, പിന്നെ ഒരു 5 ml കൂടെ എടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. അപ്പം ആദ്യം നമ്മൾ ഇതെടുത്തിട്ട് ഞാൻ ഇങ്ങനെ കയ്യിലൊന്നും അല്ല ചെയ്യാറ്. ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ മുടി അഴിച്ചിടും. താഴെയാണ് കോല് കേട്ടോ, മേലിൽ അത്യാവശ്യം ഇതുണ്ട്. ഞാൻ ലെയർ ചെയ്തായിരുന്നു. അപ്പോൾ ഇത്രയും മുടി എക്സ്ട്രാ വളർന്നേക്കുന്നത് ഒരു 1 month കൊണ്ട്. ജാനുവരി കൊണ്ട് വളർന്ന മുടിയാണ് ഇത്രയും. കാരണം ഞാൻ ഈ ഒരു ലെവലിൽ ഫുൾ ഷോർട്ട് ചെയ്തതാണ്. ഈ ഒരു ലെവലിൽ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോസ് ആണ്. ഈ ഒരു ലെവലിൽ ഞാൻ ഫുൾ ഷോർട്ട് ചെയ്ത് ബോബ് കട്ട് ആക്കിയതാണ്. ഇത്ര മുടി വളർന്നതാണ് 1 മാസം കൊണ്ട്. സോ ഞാൻ ആദ്യം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം മുടി കോംബ് ചെയ്തിട്ട് പാർട്ടീഷൻ ചെയ്തിട്ട് ഹെയർ ഫോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. 1 or 2 മുടിയൊക്കെ പൊഴിഞ്ഞാലേ. പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വാട്ട് ഐ ഡു ഇസ് ഇതിപ്പം ഞാൻ 5 ml എടുത്ത് വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെയും കൂടി ഒരു 5 ml കൂടി എടുക്കും. പരിപാടി ഇതിങ്ങനെ എടുക്കുക. ഇപ്പം എന്തായാലും ഹെയർ വാഷ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ വെള്ളം വെച്ച് കാണിച്ചു. ഇവിടെ ഒരു ഡ്രോപ്പ് ഇട്ടു, ഇവിടെ ഒരു ഡ്രോപ്പ് ഇട്ടു. ഇനി അടുത്തൊരു വകുപ്പ് എടുക്കും. ഇവിടെ ഒരു ഡ്രോപ്പ് ഇട്ടു, ഇവിടെ ഒരു ഡ്രോപ്പ് ഇട്ടു. ആൻഡ്
ഒഴുകി വരും കേട്ടോ. അത് മറ്റേത് ഇത് വെള്ളമായിട്ട് ഒത്തിരി പെട്ടെന്ന് ഒഴുകുന്നത്. ഇവിടെ ഡ്രോപ്പ് ഇട്ട് അങ്ങനെ ഈ 5 ml തീരും. പിന്നെ അടുത്ത 5 ml എടുക്കും, പിന്നെ അപ്ലൈ ചെയ്യും. അതാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. ചിലർ ഇത് കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അത് അത്ര എഫക്റ്റീവ് അല്ല. ആൻഡ് ദെൻ വാട്ട് ഐ ഡു ഇസ്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ഹെയർ ലോസ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു പാറ്റേൺ ഹെയർ ലോസ് ആണോ ഉള്ളത്, അല്ലെങ്കിൽ ഒരു പാച്ചായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ആ ഏരിയയിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ അതിന് മുന്നേ ഡെർമാറോളിങ് ചെയ്യാം. ഞാൻ ഇന്ന് ഡെർമാറോളിങ് ചെയ്തത്, കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. അപ്പം ഡെർമാറോൾ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇരുന്നിട്ട് ഇത് എടുത്ത് അപ്ലൈ ചെയ്യാം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. സോ അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന മെത്തേഡ്, അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് ഡ്രോപ്പറിൽ കൂടെ ഇങ്ങനെ ഒഴിക്കാന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഡോസ് ആക്യുറസി എന്ന് പറയുന്ന സാധനമുണ്ട്. 1 ml കൂടുതലൊന്നും എടുത്ത് തെച്ചിട്ട് വെറുതെ ഡോസ് അങ്ങനെ വേസ്റ്റ് ആക്കേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പം ഡോസ് ആക്യുറസി കിട്ടാൻ ഈ ഡ്രോപ്പർ തന്നെയാണ് നല്ലത്. അതേപോലെ പ്രൊഡക്റ്റ് വേസ്റ്റേജ് ഭയങ്കര കുറവായിരിക്കും ഇത് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ. ഇനിയും ഇത് വെച്ച് ചെയ്യുന്നത് പാടാണ്, പെട്ടെന്ന് നമുക്കൊന്ന് ചെയ്യണം എന്നാണെങ്കിൽ വിൽ ഗോ ഫോർ ദിസ് വൺ. ഇത് സ്പ്രെയർ. ഇതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതും ഈ ബോട്ടിൽ ഇതേപോലെ തന്നെ നമുക്കിങ്ങനെ നന്നായിട്ട് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്തിട്ട് കണ്ടോ ഇങ്ങനെയാണ് സ്പ്രേ ആവുന്നത്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഇങ്ങനെ വെച്ചിട്ട്, ഇപ്പം എനിക്ക് ഈ ഏരിയയിലാണ്, ഇപ്പം എനിക്ക് സേ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഏരിയയിൽ ഹെയർ കുറവാണെന്ന് തോന്നുവാണ്. സോ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ അടിച്ചു കൊടുക്കും. ഒരു 5 സ്പ്രേ ആണെന്ന് തോന്നുന്നു. ഞാൻ സ്പ്രേ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പം കണ്ടോ ഇങ്ങനെ നമുക്ക് വകുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതും ഒരു മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ ആണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ പ്രൊഡക്റ്റ് വേസ്റ്റേജ് കൂടുതലാണ്. അതേപോലെ നമുക്ക് ഡോസ് ആക്യുറസിയും കിട്ടത്തില്ല. ഈ ഡോസ് ആക്യുറസി എന്ന് പറഞ്ഞാൽ 1 ml നമുക്ക് എല്ലായിടത്തും എത്തത്തില്ല. ഇത് കുറച്ച് നമ്മുടെ ഇപ്പം എനിക്കറിയാം, ഇത് എടുക്കുമ്പോൾ തന്നെ എൻ്റെ കൂടുതലും മുടിയിലാണ് അയക്കുന്നത്. കണ്ടോ, ഹെയർ സ്ട്രാൻഡ്സിലാണ് കൂടുതലായിട്ടും അയക്കുന്നത്. അപ്പോൾ നമുക്കിത് ഹെയർ സ്ട്രാൻഡ്സിലല്ലല്ലോ നമ്മുടെ പ്രൊഡക്റ്റ് അപ്ലൈ ആവേണ്ടത്, സ്കാൽപ്പിലല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. അപ്പം ഡ്രോപ്പറാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്, നമുക്ക് സമയമുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കമ്മിറ്റ്മെൻ്റ് ആണ് ഏറ്റവും വേണ്ട സാധനം. ടൈം വേണം. മുടിനെ കെയർ ചെയ്താൽ മുടി തിരിച്ച് വളരും. പിന്നെ ഇതൊക്കെ വാങ്ങിക്കുന്നതിന് മുന്നേ ഒരു ഡെർമറ്റോളജിയെ കണ്ട് ബേസിക് ബ്ലഡ് ടെസ്റ്റ്, അവർ പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ചിലപ്പം സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടി വരും. അതും യൂസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. പിന്നെ ഇപ്പോൾ പറഞ്ഞ ഇതൊക്കെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യാവുള്ളൂ. വെറുതെ പോയി ചോദിച്ചാൽ ഫാർമസിക്കാർ തരും ഒക്കെ ചെയ്യും. അവരങ്ങനെ തരാത്തൊരു സാധനമില്ല. ബിക്കോസ് എൻ്റെ സ്ഥിതി അവർക്ക് കച്ചവടം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് ബിസിനസ്സാണ്. അവരുടെ സാധനങ്ങൾ വിറ്റ് പോകണം. സോ നമ്മൾ അതിന് വഴിയൊരുക്കാതെ നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് വേണ്ടത് എക്സ്പേർട്ട് ഒപ്പീനിയനാണ്. അപ്പം അതെടുത്തിട്ട് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ. സോ എന്നിട്ട് ഇതെല്ലാം ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത സ്ഥലത്തൊക്കെ നന്നായിട്ട് ഇങ്ങനെ കോമ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇപ്പോൾ മുടി കൊഴിയുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. കണ്ടോ, 1-2 ഒക്കെ കൊഴിയും. അത് മനുഷ്യൻ്റെ മുടി കൊഴിയും, സ്വാഭാവികം. 100 to 150 മാക്സ് കൊഴിയും. പക്ഷെ അത് കുഴപ്പമില്ല. ഇന്നത്തെ വീഡിയോ ഐ ഹോപ്പ് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു എന്നോട് ഒരുപാട് പേരൊന്നും ചോദിച്ചിട്ടില്ല, 1-2 പേര് മാത്രം ചോദിച്ചൊരു വീഡിയോ ആണ്. എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഹെയർ കെയറിനെ പറ്റി, ഞാൻ വലിയ എക്സ്പേർട്ട് ആണെന്ന് പറയില്ല, ബട്ട് ഐ ആം ഫ്രം എ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഐ ആം എ ക്ലിനിക്കൽ സ്പെഷ്യലിസ്റ്റ്. സോ ഐ ഹോപ്പ് ഐ ഹാവ് ദ റൈറ്റ് ടു ടോക്ക് അബൌട്ട് ദിസ് തിങ്സ്. ആൻഡ് ഞാൻ എത്തിക്കലല്ലാത്ത, ലീഗലല്ലാത്ത ഒരു കാര്യങ്ങളും ഇതിനകത്ത് സംസാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ പറയുന്നു, OTC മെഡിക്കേഷൻ അല്ല, പ്രിസ്ക്രിപ്ഷൻ ആയിട്ടുള്ള എടുക്കേണ്ട മെഡിക്കേഷനാണ്. സോ ഡു ദാറ്റ്. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിന് മുന്നേ നമ്മൾ എന്തൊരു സാധനം ചെയ്താലും കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും വേണം. നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നതൊരു തോന്നലും കൂടി ആണെന്നോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. ഐ ഹോപ്പ് ദിസ് ഫൈൻഡ്സ് യു യൂസ്ഫുൾ. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യും. ഇഷ്ടപ്പെട്ടാൽ ഇത് ഫുൾ കാണണം. അല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം കണ്ടാലും മതി. ആദ്യം കുറേ വാചകം അടിക്കുന്നുണ്ട്, അതൊന്നും കിട്ടിയാലും കുഴപ്പമില്ല. ഓക്കെ. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.